ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഒരുവിധം സുഖമായിരിക്കുന്നു. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നല്ല വെജിറ്റബിൾ സ്റ്റൂ ആണേ. അപ്പോൾ അതിന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതിന്, വളരെ ടേസ്റ്റ് കൂടുന്നതിനും വേണ്ടുന്നുള്ള കുറച്ച് ടിപ്സ് ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണണേ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് വേണ്ടുള്ളത് മെയിൻ ഉരുളക്കിഴങ്ങാണ്. പിന്നെ അത് കഴിഞ്ഞ് സവോള, അത് കഴിഞ്ഞിട്ട് പച്ചമുളക്. ഇത് മൂന്നുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഒരു തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ രണ്ടാം പാല് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ 2 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ കുറച്ച് കറുവപ്പട്ട, ആവശ്യത്തിന് ഉപ്പ്. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കണം. വെളുത്തുള്ളി ഇതിന് ചേർക്കത്തില്ല, ഇഞ്ചി മാത്രം മതി. ഇഞ്ചിയും കൂടെ ചേർക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കാം. അത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കർ തുറന്നതിന് ശേഷം നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കുറച്ച് മതി ഉടച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഇതേമാതിരി തന്നെ വെള്ളം കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേന് അത് കട്ടി ആയിക്കോളും തണുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ടാം പാലിലാണ് ഈ ഉരുളക്കിഴങ്ങും ഒക്കെ വേവുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്ത് മുഴുവൻ കുരുമുളകും കൂടെ ഒരു 5-6 മണിയും കൂടി ഇട്ടിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിലും വിട്ടുപോയി. അതിന് ശേഷം ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നമ്മളിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി ഒരു പക്ഷേ അധികം വെള്ളം ആയിപ്പോയി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. അപ്പോൾ കുറച്ച് കട്ടിയാവും. ഇനി ഇപ്പുറത്ത് വേറൊരു ചീൻചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉണക്കമുന്തിരിങ്ങ ഇത് രണ്ടും കൂടെ വറുത്തെടുത്ത് ഇതിനകത്തേക്ക് ഇടാം. പിന്നെ ഇത് ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അതും കൂടെ നന്നായിട്ട് വറുത്ത് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ അതാണ് സ്റ്റൂവിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ടിപ്പ്. ഇത് എല്ലാവർക്കും അറിയാവോന്ന് എനിക്കറിയത്തില്ല. അറിയാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും അതേപോലെ നൂൽപുട്ടിൻ്റെ കൂടെയും ഒക്കെ ഈ സ്റ്റൂ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനായാലും ബീഫായാലും ഇതേ രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അതേപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലൊക്കെ സൺഡേകളിൽ, അതേപോലെ ഇവിടെ ഞങ്ങളുടെ വീട്ടിലും ഒക്കെ മമ്മിയൊക്കെ സൺഡേയിലൊക്കെ രാവിലെ ബ്രെഡും ഈ സ്റ്റൂവും കൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റൂ ഇതായിരിക്കത്തില്ല, അത് ബീഫ് സ്റ്റൂവോ അല്ലെങ്കിൽ മട്ടൺ സ്റ്റൂവോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂവോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ഉച്ചക്കലത്തേക്ക് ബീഫോ ചിക്കനോ മട്ടനോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് ഈ സ്റ്റൂ ഉണ്ടാക്കും. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാവിലെ പള്ളിയിൽ പോകേണ്ടത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ബ്രെഡും സ്റ്റൂവും കൂടെ രാവിലെ എല്ലാവർക്കും തരും. അപ്പോൾ അവർക്ക് ഈസിയാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണല്ലോ. പിന്നെ ബ്രെഡും കൂടെ കൂട്ടി കഴിക്കാനും പറ്റും. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണേ.
ഓക്കെ, താങ്ക് യു.